നമസ്കാരം. ആദ്യമായി എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. തീർച്ചയായിട്ടും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ, ഇങ്ങനെ ഒരു അപൂർവ സംഗമത്തിലേക്ക് എന്നെ ക്ഷണിച്ചതിനും നന്ദി. എസ്പെഷ്യലി ഈ ഒരു ദിവസം May 12th ഫൈബ്രോമയാൾജി അവയർനെസ് ഡേയും കൂടെ ആയ സ്ഥിതിക്ക് പ്രത്യേകിച്ചും ഈ പരിപാടിയുടെ പ്രധാന സംഘാടകരിൽ ഒരാളും ഒരു പ്രമുഖ ENT സർജനുമായ അർജുനോടും എനിക്ക് നന്ദി രേഖപ്പെടുത്താനുണ്ട്. ഫൈബ്രോമയാൾജി സങ്കീർണമായൊരു വിഷയം തന്നെയാണ്. അതിവിടെ എന്നാലാവുന്ന വിധം അവതരിപ്പിക്കാൻ സാധിക്കുന്നതിൽ എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. ഒരിക്കൽ കൂടി അളവറ്റ നന്ദി. ഇനി വിഷയത്തിലേക്ക് കിടക്കാം. ഫൈബ്രോമയാൾജി ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ശരീരത്തിനുള്ളിൽ ഫൈബ്രോമയാൾജിയിലേക്ക് നയിക്കുന്ന പ്രവർത്തനങ്ങൾ ഈയിടെയായി ഏറെ കുറേ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഗവേഷണങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഇക്കാര്യത്തിൽ ഗണ്യമായ പുരോഗതി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കണ്ണി സെൻട്രൽ സെൻസിറ്റൈസേഷൻ എന്ന് പറയും. അതിനെ ഇപ്പോൾ പുതിയതായിട്ട് 2017 ഇൻ്റർനാഷണൽ അക്കാഡമി ഓഫ് പെയിൻ, ഇൻ്റർനാഷണൽ സൊസൈറ്റി ഓഫ് പെയിൻ അതിനെ നോസിപ്ലാസ്റ്റിക് പെയിൻ എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് ഫങ്ഷണൽ MRI ഉപയോഗിച്ച് നടത്തിയ പഠനങ്ങളിൽ സംവേദനകളോട് മസ്തിഷ്കം കൂടുതലായി പ്രതികരിക്കുന്നു. അതാണ് ഇതിൻ്റെ കണ്ണി. അതായത് നോർമൽ സംവേദനകൾ പോലും രോഗികൾക്ക് വേദനയുണ്ടാക്കാം. ഇതാണ് സെൻട്രൽ സെൻസിറ്റൈസേഷൻ അഥവാ നോസിപ്ലാസ്റ്റിക് പെയിൻ. ജനിതക സ്വാധീനങ്ങൾ, ജനറ്റിക് ഇൻഫ്ലുവൻസസ്, ചില ജനിതക മാറ്റങ്ങൾ, ഉദാഹരണത്തിന് കോംപ്റ്റ്, SLC6A4, ഇതൊക്കെ ജീൻസാണ്. ഈ ജീൻസ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറഞ്ഞ മോളിക്യൂൾസിനെ ഉണ്ടാക്കുന്നതാണ്. എന്നിവ വേദന ഉണ്ടാവുന്നതിലും സ്ട്രെസ്സിനോട് പ്രതികരിക്കുന്നതിലേക്കും വ്യത്യാസമുണ്ടാക്കാൻ സാധ്യതയുള്ളതാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ചെറുപ്പത്തിലെ ഫൈബ്രോമയാൾജി എന്ന് പറഞ്ഞ അസുഖം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ ജനറ്റിക് ആയിട്ടുള്ള ഇൻഫ്ലുവൻസസ് ഉണ്ടെന്നാണ് എൻ്റെ അർത്ഥം. ഇൻഫ്ലമേഷനും ഇമ്മ്യൂൺ ഡിസ്ഫങ്ഷനും ഈ രോഗികൾ കണ്ടെത്തിയിട്ടുണ്ട്. ഫൈബ്രോമയാൾജി രോഗികളിൽ ചില പ്രോ ഇൻഫ്ലമേറ്ററി സൈറ്റോകൈൻസ്, ഉദാഹരണത്തിന് IL-6, IL-8, ഇത് നമുക്ക് മെഷർ ചെയ്യാവുന്നതാണ് നമ്മുടെ രക്തത്തിൽ. ഇത് ഉയർന്നു നിൽക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ന്യൂറോ ഇൻഫ്ലമേഷനെ സൂചിപ്പിക്കുന്നു. ഗട്ട് ബ്രെയിൻ ആക്സസ്, ഫൈബ്രോമയാൾജിയ ഉള്ളവരിൽ ഗട്ട് മൈക്രോബയോട്ട, നമ്മുടെ കുടലിനകത്തുള്ള ബാക്ടീരിയ, ഈ ബാക്ടീരിയ മുഴുവനായിട്ടാണ് ഗട്ട് മൈക്രോബയോട്ട എന്ന് നമ്മൾ പറയുന്നത്. ഇത് വ്യത്യാസപ്പെട്ടിരിക്കുന്നതായി കണ്ടിട്ടുണ്ട്. ഇത് സിസ്റ്റമിക് ഇൻഫ്ലമേഷൻ, ന്യൂറോ ട്രാൻസ്മിറ്റർ ആക്ടിവിറ്റീനെ ബാധിക്കാമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇനി നമുക്ക് പ്രധാന ലക്ഷണങ്ങൾ എന്താണെന്ന് നോക്കാം. ഫൈബ്രോമയാൾജിയുടെ പ്രധാന ലക്ഷണങ്ങളിൽ ശരീരമാകെയുള്ള നീണ്ടു നിൽക്കുന്ന വേദന, അതിനെ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ മെഡിക്കൽ ടെർമിനോളജിയിൽ ക്രോണിക് വൈഡ് സ്പ്രെഡ് ബോഡി പെയിൻ എന്ന് പറയും. നമ്മുടെ ശരീരത്തിൽ പല ഭാഗത്തായിട്ട്, ചിലപ്പോൾ നമുക്കറിയാം, ഉദാഹരണമായിട്ട് ചിലവർക്ക് ബാക്ക് പെയിൻ ഉണ്ടാവും, ചിലർക്ക് നെക്ക് പെയിൻ ഉണ്ടാവും, ചിലർക്ക് ഷോൾഡർ പെയിൻ ഉണ്ടാവും. പക്ഷെ ഒരാൾ തന്നെ വന്നിട്ട് എവിടെയാണ് വേദന എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് നെക്ക് പെയിൻ ഉണ്ടെന്ന് പറയും. പിന്നെ അവർ എനിക്ക് ബാക്ക് പെയിനും ഉണ്ട്, എനിക്ക് കാലിൽ വേദനയുണ്ട്, 2 കാലിലും വേദനയുണ്ട്, കയ്യിലും വേദനയുണ്ട്, തോളിലും വേദനയുണ്ട്. അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളായിട്ട് വേദനയുള്ളപ്പോഴാണ് അതിനെ ക്രോണിക് വൈഡ് സ്പ്രെഡ് ബോഡി പെയിൻ. ക്രോണിക് എന്ന് നമ്മൾ പറയുമ്പോൾ ഏകദേശം ഒരു 3 മാസമെങ്കിലും ഈ വേദനകൾ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ പല വളരെ കോമൺ ആയിട്ട് നമ്മുടെ OPയിൽ വരുന്ന ആൾക്കാരാണ്. ഇവർക്ക് 3 മാസം, ചിലപ്പോൾ വർഷങ്ങളോളം ശരീരത്തിൻ്റെ പല ഭാഗത്തായിട്ട് വേദന ഉണ്ടാവും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷണം. പിന്നെ തളർച്ചയും ക്ഷീണവും, ഫെറ്റീഗ് ആൻഡ് എക്സോഷൻ, അത് വളരെ വേറൊരു പ്രധാനപ്പെട്ട ലക്ഷണമാണ്. ഉറക്കക്കുറവ് അഥവാ ഗുണമേന്മയില്ലാത്ത ഉറക്കം, പുവർ ക്വാളിറ്റി സ്ലീപ്പ് ഓർ ഇൻസോംനിയ. അപ്പോൾ അവർക്ക് ഉറങ്ങിയെന്ന് തോന്നില്ല, ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു റിഫ്രഷ് ആയിട്ടാണല്ലോ നമ്മൾ എഴുന്നേൽക്കുക, ആ റിഫ്രഷ്ഡ് ആയിട്ടുള്ളൊരു ഫീലിംഗ് അവർക്ക് ഉണ്ടാവില്ല. അതിനാണ് ഈ ഗുണമേന്മയില്ലാത്ത ഉറക്കം എന്ന് പറയുന്നത്. പിന്നെ ഫൈബ്രോ ഫോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മ പ്രശ്നങ്ങൾ, ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ട്, ഇവയൊക്കെ വളരെ കോമൺ ആയിട്ട് ഫൈബ്രോമയാൾജിയ പേഷ്യൻസിലുണ്ടാവും. അതിനെ ഫൈബ്രോ ഫോഗ് എന്ന് പറയും. തലവേദന ഇതിന് കൂടെ ഉണ്ടാവും. അവർക്കിപ്പോൾ ബാക്ക് പെയിൻ, നെക്ക് പെയിൻ, ഷോൾഡർ പെയിൻ, അങ്ങനെ എല്ലാ വേദനകളുടെ ഒപ്പം ഒരു തലവേദനയും കൂടി ഉണ്ടാവും.
ഈ തലവേദന ചിലപ്പോൾ മൈഗ്രെയിൻ എന്ന് പറയുന്ന തലവേദനയുടെ ലക്ഷണങ്ങളും കൂടെ ഉണ്ടാവും. കാലിനും കൈക്കും മുഷിഞ്ഞതുപോലെയുള്ള തോന്നൽ, അതും ഒരു പ്രധാനമായിട്ട് പറയുന്നൊരു രോഗലക്ഷണമാണ്. വിഷണ്ണതയും മാനസിക സമ്മർദ്ദവും, ഡിപ്രഷൻ ആൻഡ് ആങ്സൈറ്റി, ഇതും ഫൈബ്രോമയാൽജിയയിൽ കൂടെ വരുന്നതാണ്. ഫൈബ്രോമയാൽജിയ പ്രസിദ്ധമാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടു, ഒരു ഡോക്യുമെൻ്ററി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ വളരെ പ്രസിദ്ധമായിട്ടുള്ള പലരും ഫൈബ്രോമയാൽജിയ ഉണ്ടായിട്ടുണ്ട്. അതിൽ ചിലവരെ ഞാൻ പറയാം. മോർഗൻ ഫ്രീമൻ എന്ന് പറഞ്ഞിട്ടൊരു ഹോളിവുഡ് ആക്ടറാണ്. അദ്ദേഹം ഒരു കാർ ആക്സിഡൻറ്റിന് ശേഷം വേദനകൾ തുടങ്ങി. പിന്നെ ആ വേദന മാറാണ്ടിയായി. വർഷങ്ങളോളം ഈ വേദനകൾ അവിടെയും ഇവിടെ ആയിട്ടുള്ള വേദനകളായിട്ട് വന്നു. അവസാനം ഡോക്ടർമാർ കണ്ടെത്തി അത് അപ്പോൾ അമേരിക്കയിലാണ് എല്ലാ ടെസ്റ്റുകളും എല്ലാം ചെയ്ത അവസാനം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് കണ്ടുപിടിച്ചത് ഇത് ഫൈബ്രോമയാൽജിയ മൂലമാണെന്ന്. അതിനെപ്പറ്റി അദ്ദേഹം പറയുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നുണ്ട്. സിനീഡ് ഓക്കോണർ എന്ന് പറയുന്ന ഐറിഷ് സിംഗർ, അദ്ദേഹം ഒരു പാട്ടുകാരനാണ്. പാട്ടിൽ നിന്ന് അദ്ദേഹത്തിനൊരു ബ്രേക്ക് എടുക്കേണ്ടി വന്നു. ഫൈബ്രോമയാൽജിയ കാരണം അദ്ദേഹത്തിന് പിന്നെ പാടാൻ പറ്റിയില്ല കുറേ കാലത്തേക്ക്. പിന്നീട് അത് ഫൈബ്രോമയാൽജിയ ചികിത്സയ്ക്ക് ശേഷമാണ് അദ്ദേഹത്തിന് പാടാൻ കഴിഞ്ഞത്. റോസി ഹാംലിൻ, ഒരു റോസി ആൻഡ് ഒറിജിനൽസ് എന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് എന്നുള്ള സിംഗറാണ്. അവരും അവരുടേതായ എക്സ്പീരിയൻസസ് പബ്ലിക്കിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഫൈബ്രോമയാൽജിയനെ കുറിച്ച്. പിന്നെ മൈക്കിൾ ജാക്സൺ, അതുപോലെ പ്രിൻസ് എന്ന് പറഞ്ഞ ഫേമസ് പാട്ടുകാർ, അവർക്ക് ഈ ഫൈബ്രോമയാൽജിയ കാരണം അവർ വേദനയ്ക്കുള്ള മരുന്നും ഓപ്പിയോയിഡ്സും എടുത്ത് അതിന് അഡിക്ഷനും അത് കണ്ടമാനം എടുത്ത് ഓവർഡോസും ഒക്കെ വന്നിട്ടുള്ള കഥകളും കേട്ട് കാണും. അപ്പോൾ ഫൈബ്രോമയാൽജിയനെ പറ്റി കൂടുതൽ കണ്ടുപിടിച്ചതിന് ശേഷം കൂടുതൽ ചികിത്സാ രീതികൾ വന്നിട്ടുണ്ട്. അതും അത്ര ഫലപ്രദമല്ല, പക്ഷെ എന്നാലും കുറേ മരുന്നുകൾ അതിന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ സാധാരണ ഇപ്പോൾ ഇവിടെ നാട്ടിൽ ഉപയോഗിക്കുന്നത് ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻസ്, പിന്നെ SNRI, ഗാബാപെൻറ്റിനോയിഡ്സ് എന്ന് പറഞ്ഞാൽ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കുറേ മരുന്നുകളാണ്. ഈ മരുന്നുകളാണ് നമ്മൾ ചികിത്സിക്കുന്നത്. ഇതിന് നമുക്ക് അത്ര ഗുണം കിട്ടാറില്ല. ചിലപ്പോൾ ഒരു 40%, 50% ആൾക്കാർക്കേ ഗുണം ലഭിക്കുകയുള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ മരുന്നുകളല്ലാത്ത ചികിത്സകൾ, ഞാൻ അതിനെപ്പറ്റി പറയാം, കൂടി നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. ഇപ്പോൾ പുതുതായിട്ടുള്ള ഈ ഗവേഷണങ്ങൾ കണ്ടുപിടിച്ച കന്നബിനോയിഡ്സ് എന്ന് പറഞ്ഞൊരു മരുന്ന് നമ്മുടെ കഞ്ചാവിൽ നിന്നെടുക്കുന്നതാണ്. അത് പെയിൻ, സ്ലീപ്പ് എന്നിവയായി നടത്തിയ പ്രാഥമിക പഠനങ്ങളിൽ നല്ല ഫലങ്ങൾ കാണിച്ചിട്ടുണ്ട്. പിന്നെ ജാക്ക് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു മരുന്ന് ഇൻഫ്ലമേറ്ററി പാത്വേസിനെ പ്രതിരോധിക്കുന്നതാണ്. അത് നിയന്ത്രിക്കാൻ സാധ്യതയുള്ള പുതിയ രീതിയാണിത്. അപ്പോൾ അതും ഗവേഷണത്തിലുണ്ട്. അപ്പോൾ പുതിയ മരുന്നുകളെ പറ്റി ഗവേഷണം നടക്കുന്നുണ്ട്, അത് വരാൻ സാധ്യതയുണ്ട്. ഇതിലൊരു പ്രധാനപ്പെട്ട ചികിത്സിക്കാനുള്ള കാര്യം ഒരു ജീവിതശൈലിയാണ്, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ മാറ്റങ്ങളാണ് ആവശ്യപ്പെടുന്നത്. അതിൽ കൊഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി അഥവാ CBT എന്ന് പറഞ്ഞൊരു തെറാപ്പി ക്രോണിക് പെയിൻ്റെ മനോവൈകല്യ ഘടകങ്ങളെ അഭിമുഖീകരിക്കാൻ സഹായിക്കുന്നു. പിന്നെ വ്യായാമം, പരിപൂർണ ശ്രദ്ധ, അത് എക്സസൈസ് അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ്, ഇവയും വളരെ ഉപയോഗമാണ്. പിന്നെ സ്വിമ്മിങ്, യോഗ പോലെയുള്ള ലോ ഇമ്പാക്റ്റ് എക്സസൈസസ്, സൈക്ലിംഗ് ആവാം, ഉപയോഗിച്ച് രോഗലക്ഷണങ്ങൾ കുറയ്ക്കാനാവുന്നു. പിന്നെ മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് സ്ട്രെസ് റിഡക്ഷൻ, MBSR എന്ന് പറഞ്ഞിട്ട് അതൊരു ചികിത്സാ രീതിയായിട്ട് തന്നെ കൊണ്ടു നടക്കുന്നുണ്ട്. അതും ഫലപ്രദമാണ്. ഇത് കൂടാതെ പല പെയിൻ മാനേജ്മെൻറ്റ് ടെക്നിക്സ് ഉപയോഗിക്കുന്നുണ്ട്. അക്യുപങ്ക്ചർ ഉണ്ട്. പിന്നെ ടെൻസ് എന്ന് പറഞ്ഞിട്ട് ട്രാൻസ്ക്യൂട്ടേനിയസ് ഇലക്ട്രിക്കൽ നെർവ് സ്റ്റിമുലേഷൻ, ഇതും ചില രോഗികളിൽ പെയിൻ മാനേജ്മെൻറ്റിൽ സഹായകരമാണ്. അപ്പോൾ ഫൈബ്രോമയാൽജിയ എന്നാൽ ഒരു വളരെ സൂക്ഷ്മമായ തലത്തിൽ വ്യത്യസ്ത കാരണങ്ങളാൽ സംഭവിക്കുന്ന ഒരു രോഗാവസ്ഥയാണ്. വേദനധാരണ, രോഗപ്രതിരോധ വൈകല്യം, അതായത് പെയിൻ പെർസെപ്ഷൻ അല്ലെങ്കിൽ ഇമ്മ്യൂൺ ഡിസ്ഫങ്ഷൻ, പിന്നെ ജനറ്റിക് പ്രീഡിസ്പൊസിഷൻ, സൈക്കോ സോഷ്യൽ സ്ട്രെസ്. ഇതിന് ഒരു നീണ്ട നിരയായിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സും ട്രിഗേഴ്സും ഉണ്ട്. ഞാൻ വളരെ കുറച്ചേ പറയുന്നുള്ളൂ, സോ ദാറ്റ് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. തുടങ്ങിയവയെല്ലാം ഇതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു. നാം ഈ രോഗത്തെ കൂടുതൽ വിശദമായി മനസ്സിലാക്കുമ്പോൾ വ്യക്തിയെ അടിസ്ഥാനമാക്കിയുള്ള ബഹുമുഖ ചികിത്സാ പദ്ധതികൾ വികസിപ്പിക്കാൻ കഴിയും. അപ്പോൾ ഇൻഡിവിജ്വലൈസ്ഡ് ട്രീറ്റ്മെൻ്റ് ആണ് വേണ്ടത്. നമ്മൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ആളുടെ ജീവിത രീതിയും ശൈലിയും പഠിച്ച് ആൾക്ക് വേണ്ട ഇൻഡിവിജ്വലൈസ്ഡ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനാണ് നമുക്ക് ചെയ്യേണ്ടത്. പിന്നെ ഈ സംഗീതമായിട്ടുള്ള ബന്ധത്തെ പറ്റി ഒരു 2 വാക്ക് പറയാം. രോഗികളിൽ സംഗീതം ഒരു ആശ്വാസപരമായ ഔഷധമല്ലാത്ത ചികിത്സാ മാർഗമായി പരിഗണിക്കപ്പെടുന്നു. ഇതിലൂടെ വേദന, മാനസിക സമ്മർദ്ദം, ചിന്താശേഷിയിലെ കുറവ് എന്നിവയിൽ കുറവുണ്ടാക്കുമെന്ന് നിരവധി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്.
സംഗീതം കേൾക്കുമ്പോൾ ബ്രെയിനിലെ പെയിൻ പ്രോസസ്സിംഗ് ഏരിയാസ് ആൻറ്റീരിയർ സിംഗുലേറ്റ് കോർട്ടെക്സും അമിഗ്ഡല എന്നിവയിലെ പ്രവർത്തനം മാറ്റപ്പെടുന്നു. ഇത് നമുക്ക് ഫങ്ഷണൽ MRI എന്ന് പറഞ്ഞ ഇത് വെച്ചിട്ട് യന്ത്രം വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് പല പഠനങ്ങളും കാണിച്ചിട്ടുണ്ട്. ഈ മാറ്റം പെയിൻ സെൻസിറ്റിവിറ്റി കുറയ്ക്കുകയും സന്തോഷ ഹോർമോണായ ഡോപ്പമിൻ കൂടുതലായി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. സംഗീതം കോർട്ടിസോൾ എന്ന സമ്മർദ്ദ ഹോർമോണിൻ്റെ നില കുറയ്ക്കുന്നു. സോ ഇപ്പോൾ കോർട്ടിസോൾ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെസ്സ് കുറയും. ആ സ്ട്രെസ്സിലുള്ള ആങ്സൈറ്റി കുറയും. ആങ്സൈറ്റി കുറയുമ്പോൾ നമ്മുടെ ഫൈബ്രോമയാൽജിയുടെ വേദനയും ഒക്കെ കുറയുമെന്നാണ് പറയുന്നത്. അപ്പോൾ സ്ട്രെസ് റിലേറ്റഡ് സിംറ്റം ഫ്ലെയറുകൾ ഒഴിവാക്കാനും ഉറക്കം മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ ഫൈബ്രോ ഫോഗ് മെച്ചപ്പെടുത്താൻ മ്യൂസിക് സഹായിക്കും. ചില രോഗികൾക്ക് മദ്യപിക്കൽ, ശ്രദ്ധ, ഓർമ്മശേഷി തുടങ്ങിയവയിൽ സംഗീതം കേൾക്കുമ്പോൾ പുരോഗതി കാണുമെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓഡിറ്ററി മോട്ടോർ സിൻക്രണൈസേഷൻ, ഇതുവഴി ബ്രെയിനിലുള്ള ന്യൂറോ കണക്ഷനുകൾ മെച്ചപ്പെടുത്തുന്നു. കാരണം പാട്ട് കേട്ട് പാട്ടിനോടുള്ള മൂവ്മെൻറ്റും കൂടി ആകുമ്പോൾ നമ്മൾ സെൻസറി മോട്ടോർ നെറ്റ്വർക്ക് എന്ന് പറയുന്ന നെറ്റ്വർക്ക് ബ്രെയിനിലുണ്ട്. ആ നെറ്റ്വർക്ക് കൂടുതൽ ആക്ടിവേറ്റഡ് ആയിട്ട് നമുക്ക് ഈ രോഗലക്ഷണങ്ങളെ മെച്ചപ്പെടുത്താൻ പറ്റും. വ്യായാമത്തിനോടുള്ള ഉത്സാഹം, സംഗീത സഹിതമായ വ്യായാമം, മ്യൂസിക് അസിസ്റ്റഡ് മൂവ്മെൻറ്റ് തെറാപ്പി രോഗികളുടെ പ്രചോദനം അല്ലെങ്കിൽ മോട്ടിവേഷൻ, കംപ്ലയൻസ്, കോർഡിനേഷൻ മുതലായവ മെച്ചപ്പെടുത്തുന്നു. സോ ഫൈബ്രോമയാൽജിയ ലക്ഷണങ്ങൾ നിയന്ത്രിക്കാൻ സംഗീതം ഒരു സുരക്ഷിതവും ഫലപ്രദവുമായ ചികിത്സാ മാർഗമാണ്. അതിനാൽ മൈൻഡ്ഫുൾനെസ്, വ്യായാമം, CBT പോലെയുള്ള ലൈഫ് സ്റ്റൈൽ ഇൻ്റർവെൻഷനോടൊപ്പം സംഗീതം ചേർക്കുന്നത് ഗുണകരമായിരിക്കും. ഇനി ഫൈബ്രോമയാൽജിയെക്കുറിച്ചുള്ള ബോധവൽക്കരണം സമൂഹത്തിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ ഒന്നാണ്. രോഗിയെയും രോഗത്തെയും മനസ്സിലാക്കുകയും ചികിത്സയിലെ സഹാനുഭൂതിയുമാണ് ഫൈബ്രോമയാൽജിയ ഉള്ളവരിൽ മെച്ചപ്പെട്ട ജീവിതം ഉറപ്പാക്കാനുള്ള മാർഗം. എൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെ ഫൈബ്രോമയാൽജിയുള്ള ആൾക്കാർ പലപ്പോഴും 2, 3, 4 കൊല്ലം, ചിലപ്പോൾ 5-6 വർഷം കഴിഞ്ഞിട്ടായിരിക്കും അവർക്ക് മനസ്സിലാക്കണേ അവർക്കൊരു ഫൈബ്രോമയാൽജിയ എന്ന് പറഞ്ഞ രോഗമാണ്, അതിൻ്റെ ചികിത്സാ രീതി ഇതാണ്. അല്ലെങ്കിൽ അവർ പല ടെസ്റ്റുകളും, പലരും സർജറി, വിദേശത്ത് ഇവിടെയും നമ്മൾ കണ്ടിട്ട് കുറേ പേര് സർജറി ചെയ്തിട്ടുള്ളത്. വിദേശത്ത് 30% സർജറികൾ ഈ ഫൈബ്രോമയാൽജിയ പേഷ്യൻസിന് ആവശ്യമില്ലാത്ത 30% സർജറികളെല്ലാം നടക്കുന്നുണ്ടെന്നാണ് വിദേശത്തെ പഠനങ്ങൾ കാണിക്കുന്നത്. നന്ദി. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.